അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. സെയ്ദ് അലവി ചെർപ്പളശ്ശേരിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഈ വീട് കണ്ടിട്ടുണ്ടോ? ഉണ്ടാ ഇത് എവിടെ? ഇത് നമ്മൾ ചാവക്കാടേക്ക് 1.5 കിലോമീറ്റർ, ഗുരുവായൂർക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. 69 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഒരു വീട് പോസ്റ്റ് ചെയ്യായിരുന്നു. ആ വീടാണിത്. അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ട ചാനൽ ഷെയർ ചെയ്ത മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിച്ചവർക്ക് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. നമ്മൾ ചാവക്കാട് ഗുരുവായൂർ പ്രദേശത്ത് ആദ്യമായിട്ടിട്ടൊരു വീഡിയോ ആണ് ഈ വീഡിയോ. പക്ഷേ ഇത് നമുക്ക് വിൽക്കാൻ സാധിച്ചു, ചാനൽ മുഖേന തന്നെ വിൽക്കാൻ സാധിച്ചു. എന്ന് മാത്രമല്ല, ഇത് വിൽക്കുന്ന സമയത്ത് ഈ പാർട്ടി വിളിച്ചു പറഞ്ഞു നമ്മുടെ വീട് ഇന്നയാൾക്ക് കൊടുക്കുകയാണ്, അതിൻ്റെ കമ്മീഷൻ വന്ന് വാങ്ങിക്കോളി എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. ചിലവർ പറയാറില്ല കേട്ടോ. ഒരുപാട് ഭാഗത്ത് കമ്മീഷൻ തരാൻ മടി കാണിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ചാനലിലിട്ടിട്ട്. പിന്നെ അവർ പറയാൻ എന്താണ്, എളാപ്പാൻ്റെ കുടുംബത്തിനാ വന്ന്, മൂത്താപ്പാൻ്റെ കുടുംബത്തിനാ വന്ന്, അയൽവാസിയുടെ കുടുംബത്തിനാ വന്നില്ലെങ്കിൽ അയൽവാസി വാങ്ങിയതാണ്. ചാനലിട്ട് കഴിഞ്ഞാൽ അതുവരെ എല്ലാവരും ഇത് അറിയാണ്. അതുവരെ ഈ മുതൽ വിൽക്കാണ്ടെന്നൊരു മനുഷ്യനെ അറിയുന്നില്ല. ഇപ്പം ഇതന്നെ നമ്മൾ ചാനലിലിട്ടിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ നോക്കിയാൽ അറിയാം. കാരണം ഒരുപാട് ഷെയറിങ്ങിൻ്റെ ഹബീബിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഷെയറിങ്ങിൻ്റെ ഒരു ഗുണം കൊണ്ടാണ് ഈ കച്ചവടം നടന്നത്, അല്ലാതെ എൻ്റെ കഴിവുകൊണ്ടല്ല. എൻ്റെ ചാനൽ കാണുന്ന ഹബീബിങ്ങൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഷെയർ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ചാനൽ കണ്ട് കച്ചവടം നടന്നു. മാത്രമല്ല അതിൻ്റെ കമ്മീഷൻ മേടിച്ചുകൊണ്ടായി കൊളേയും പറഞ്ഞിട്ടാണ് പോകുന്നതാണ്. അല്ലയോ? ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ വളരെ കുറവേ ഉള്ളൂ. ഏതെങ്കിലും വീടുകൾ പോസ്റ്റ് ചെയ്താൽ പറയാം എൻ്റെ കുടുംബക്കാർ വന്ന് നോക്കി, അല്ലെങ്കിൽ അത് അപ്പുറത്തെ ബ്രോക്കർ വന്ന് കാണിച്ചു കൊടുത്തു, അങ്ങനെ കച്ചവടം ചെയ്ത് നിങ്ങളെ കണ്ടിട്ടല്ല വരുന്നത്. പച്ചക്കള്ളം പറയുന്ന ഹബീബിങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിലേ. ചെയ്തോട്ടെ. പക്ഷെ എന്താ പറയുക, എനിക്ക് കമ്മീഷൻ കിട്ടുമ്പോൾ 10 റുപ്യ കിട്ടിക്കഴിഞ്ഞാൽ അതിന് 2 റുപ്യ നമ്മൾ എന്ത് ചെയ്യും എന്നറിയോ, ചാരിറ്റിയിലേക്ക് ഉപയോഗിക്കും. എങ്ങനെ? അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് അന്നദാന കിറ്റോ മറ്റോ വാങ്ങിക്കൊടുത്തിട്ട്. അതാണ് നഷ്ടപ്പെടുന്നത്. എനിക്കിതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ കമ്മീഷൻ തന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകാതിരിക്കില്ല. ഈ കമ്മീഷൻ തന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒട്ടാരം പടുത്തുയർത്തൂല്ല. അങ്ങനെ ഒരു വ്യക്തിയല്ല. അത് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതിപ്പോൾ ചാനലിട്ടേക്കുന്ന ഒരുപാട് ആൾക്കാർ പല അഭിപ്രായം ഇവിടെ വന്ന് പറഞ്ഞ്, നിങ്ങൾ ചാനലിടുകൊണ്ട് നിങ്ങളുടെ വീട് വിൽക്കാൻ സാധിക്കില്ല ഇനി, അത് അങ്ങനെ ഇങ്ങനെ ഒരുപാട് ആരാ പറയുന്നു പറഞ്ഞ്, ഈ പ്രദേശത്തുള്ള കച്ചവടക്കാരനെ വന്ന് പറയുന്നത് വേറെ ആരുമല്ല. ഒരുപാട് ഹബീബിങ്ങൾ വന്ന്, പൊന്നാര ഹബീബിങ്ങൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളൊരു ഏത് നാട്ടിൽ ചെന്നാലും ബ്രോക്കർമാരെ കൂട്ടിയിട്ടേ ഞാൻ കച്ചവടം ചെയ്യുള്ളൂ. എല്ലാവരും അരി മേടിക്കാനാണ്. ഈ ചാവക്കാട് നിന്ന് മാത്രമല്ല, ഏത് ഭാഗത്ത് പോകുകയാണെങ്കിലും ഇനി നിങ്ങളുടെ കെയർ ഓഫിൽ വീടുകളുണ്ടോ, ഇതുപോലെ ചാനലിട്ട് നമ്മൾ ബിസിനസ് ചെയ്തു തരും. അതിന് കമ്മീഷൻ നിങ്ങൾക്കും കിട്ടും കേട്ടോ. അല്ല സെയ്ദ് അലവി ചെർപ്പളശ്ശേരിയിൽ നിന്ന് വന്നു, ചാനലിലിട്ടു, കച്ചവടം ചെയ്തു, അല്ലെങ്കിൽ കച്ചവടം നടന്നില്ല. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. എല്ലാം ഇപ്പോൾ കച്ചവടം ആയിക്കൊള്ളുന്നില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളോട് പറയാനുള്ളത് എന്താണെന്നറിയോ, ഏതെങ്കിലും ബ്രോക്കേഴ്സ് എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ വോയിസ് എന്നെ കാണുന്നുണ്ടെങ്കിൽ, ഈ ഭാഗത്ത് ഒരുപാട് എൻക്വയറി വന്നു. ഈ വീടിട്ടതിന് ശേഷം ഒട്ടനവധി വീടുകളാണ്. 35ൻ്റെ വീടുണ്ടോ, 40ൻ്റെ ഉണ്ടോ, 50ൻ്റെ വീടുണ്ടോ ചോദിച്ചിട്ട്. കാരണം ഇത് 69ൻ്റെ ആയതുകൊണ്ട് ഇത്ര വലിയ ഒരു കപ്പാസിറ്റിക്കാരല്ലാത്തവരും സാധാരണക്കാർ 25ൻ്റെയും 40ൻ്റെയും ഇടയിലുള്ള വീടുകൾ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷെ എൻ്റെ അടുത്തില്ല. കാരണം എനിക്ക് ഇറങ്ങാൻ ചാനലിൽ ആരെങ്കിലും ഇടാൻ പറഞ്ഞു തരണം. അപ്പോഴാണ് നമ്മൾ ചാനലിടുക, അങ്ങനെയാണ് നമ്മൾ കച്ചവടം ചെയ്യുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലുള്ള വീടുകൾ യൂട്യൂബിലിട്ട് കച്ചവടം ചെയ്യും. അത് ബ്രോക്കേഴ്സ് ഏൽപ്പിച്ച് തരികയാണെങ്കിൽ ആര്, ഒരു റബ്ബർ വെട്ടുകാരനായിക്കോട്ടെ, ഡ്രൈവർ ആയിക്കോട്ടെ, ഇനി ബ്രോക്കർ വേണമെന്നൊന്നുമില്ല, ഏതൊരു ഹബീബാണോ നമ്മളെ ഏൽപ്പിച്ച് തരുന്നത് അവരെ കെയർ ഓഫിൽ വന്നൊരു വീഡിയോ ചെയ്യും. നമ്മളതിൻ്റെ ഒരു കമ്മീഷൻ ആര് ഏൽപ്പിച്ച് തന്നാലും, അത് ഓട്ടോ തൊഴിലാളി ആവാം, റബ്ബർ വെട്ടുകാരനാകാം, പെയിൻറ്റിങ്ങുകാരനാകാം, അല്ലെങ്കിൽ എന്ത് തൊഴിലാളി ആയിക്കോട്ടെ, അവരെ ഏൽപ്പിച്ച് തന്നാൽ അവർക്ക് ആ കമ്മീഷൻ. അല്ലാതെ ബ്രോക്കേഴ്സ് മാത്രമൊന്നല്ല കേട്ടോ. ആരെന്നെ ഏൽപ്പിച്ച് തന്നൊരു വീഡിയോ അവർക്ക് കമ്മീഷൻ വന്ന് ചാടും, തീർച്ചയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ, ഇതിൻ്റെ കമൻറ്റുകൾ വായിക്കണം. ഇത് അങ്ങനെയാണ് ഇങ്ങനെ എന്നിട്ട് ഒരുപാട് കമൻറ്റുകൾ ഇട്ടിരുന്നു. പക്ഷെ ഇത് നല്ല കായുള്ള ആൺകുട്ടികൾ വാങ്ങി കഴിഞ്ഞു കേട്ടോ. ഇങ്ങനത്തെ വീട് വാങ്ങിക്കഴിഞ്ഞു. ഇത്രയും സൗകര്യത്തിൽ ഈ വിലയ്ക്ക് എവിടെ കിട്ടുക ഒരു വീട്? അത് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും സൗകര്യത്തിൽ. പക്ഷേ ഓരോരുത്തരുടെ കമൻറ്റിൽ പലതും എഴുതുക. എന്താണ് അതിൻ്റെ ആവശ്യം? ഹബീബിങ്ങൾ, ഇനിയെങ്കിലും നിങ്ങൾക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ വിറ്റ വീടിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഇത് എനിക്ക് ചെയ്യണമെന്ന് തോന്നി. കാരണം ഈ ചാവക്കാട് ഗുരുവായൂരായുണ്ട്, ഇവിടെ ഇനി ഒരുപാട് കച്ചവടം നമ്മൾ ചെയ്യും. ഒരുപാട് വീടുകൾക്ക് ചുരുങ്ങിയതൊരു 60-70 വീടിനുള്ള ഓർഡർ എനിക്കിവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കും, കച്ചവടം ചെയ്യും, യാതൊരു സംശയമില്ല. അതിന് ആരെന്ത് പറഞ്ഞാലും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്ന ഈ സന്ദേശം എല്ലാവർക്കും ഒന്ന് എത്തിക്കേണ്ട. എൻ്റെ കൂടെ എല്ലാവർക്കും ബിസിനസ് പാർട്ട്ണറാകാം, പങ്കാളികളാകാം. എങ്ങനെ കാണിച്ചു തരിക, കച്ചവടം ഞാൻ നടത്തും, കമ്മീഷനുകൾ കൊണ്ടുപോയിക്കോളി കേട്ടോ. അപ്പോൾ 1 രൂപ പോലും ഇല്ലെങ്കിൽ
എൻ്റെ കൂടെ വന്ന് നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം. ഞാൻ എൻ്റെ കമ്മീഷൻ തരും, യാതൊരു സംശയമില്ല. അതാരാണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മനുഷ്യ ഏത് വർഗത്തിൽപ്പെട്ടതാണെങ്കിലും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുലുക്കും. മഅസ്സലാം.